വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബ്രാല് വറുത്തരച്ച കറിയാണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെറുകിയ നാളികേരം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, കുടംപുളി, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി. മീൻ വെക്കാനായിട്ട് ഒരു മൺചട്ടി, മീനിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വേപ്പില, കഴുകിയ കുടംപുളി, പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ നല്ല നാടൻ പച്ചമുളക് കിട്ടി. അത് നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യത്തിന് എരിവ് വേണം എല്ലാവർക്കും. ഇനി അതിനെല്ലാനും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈക്കോ അല്ലെങ്കിൽ ടീസ്പൂണിക്ക് വേണമെങ്കിൽ ടീസ്പൂണിക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ അതേ ടീസ്പൂണോടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലോ. എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തോണ്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലെടുത്ത് അതിലേക്ക് വറുക്കാനായി ആവശ്യമായ നാളികേരം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചുവന്നുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ചെറിയ ഉള്ളിയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. 2 or 3 ഒക്കെ ആവാം. ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിയാം. ഒരു കഷ്ണം വെളുത്തുള്ളി. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് പാനിൽ അടുപ്പത്തേക്ക് വെക്കാം. എപ്പോഴും തീ കുറവിലിട്ടിട്ട് വേണം നമുക്ക് ഈ നാളികേരം വറുത്തെടുക്കാൻ. ഇനി അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ നന്നായി ഇളക്കുക. ഒരു ബ്രൗൺ നിറം ആവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നിറം മാറി വന്നു, ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ചെറിയ തീയിൽ നന്നായി ഇളക്കിയെടുക്കുക. അധികം നേരം അടുപ്പത്ത് വെക്കണ്ട. അത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് മീനിലേക്ക് ഈ അരപ്പ് ഒഴിച്ചെടുക്കണം. നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മീനും ഈ അരപ്പും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇതിൽ ഉപ്പൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് ഒഴിച്ച് നോക്കിയാൽ മതി, ഉപ്പ് കുറവുണ്ടോ എന്നറിയാം. ഞാൻ ലേശം വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നല്ല നാടൻ ബ്രാലിനെ കിട്ടിയതാണ് കേട്ടോ. ഇത് മേടിച്ചതല്ല. അവർ മീൻ പിടിക്കാൻ പോയതാണ്, മോനും ഹസ്ബൻഡും.
ഇനി നന്നായി തിളക്കട്ടെ. ഇവരിടയ്ക്ക് മീൻ പിടിക്കാൻ പോവാറുണ്ട് ഫ്രീ ടൈമിൽ. അങ്ങനെ കിട്ടിയതാ ബ്രാല്. കണ്ട നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൽ പുളി ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം. ഇനി താളിക്കാനുള്ള ചെറിയൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. കരിയാൻ പാടില്ലല്ലോ. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു നിറം മാറണ വരെ കണ്ട നിറം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് മീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ബ്രാല് വറുത്തരച്ച് വെച്ചതും ബ്രാല് പാലൊഴിച്ച് വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ബ്രാല് വറുത്തരച്ചിട്ട്.